ഹിജറയുടെ മുന്നൊരുക്കം പ്ലാനിങ് ഇങ്ങനെ എടുത്തു പരിശോധിച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പ്ലാൻ ചെയ്തു. ഒന്ന് എന്താ ചെയ്തത്? ഒന്ന് നബിക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് യസ്രിബിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളോട് പതുക്കെ പതുക്കെ എന്ത് ചെയ്തിരുന്നു? ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പം നബിക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ആദ്യം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവരിലേക്ക് പ്രബോധകനായി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി പറഞ്ഞയച്ചു. മിസ്അബ് റളിയല്ലാഹു അവിടെ ചെന്ന് ഒരു നല്ല രൂപത്തിലേക്ക് എല്ലാം പാകപ്പെടുത്തി റെഡിയാക്കി. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത എന്താണെന്നറിയോ? നബിയെ എതിർക്കും തടയുമെന്ന് സാധ്യതയുള്ള ആളുകളെ നബിയുടെ ഒപ്പം നിർത്താൻ നബി ശ്രമിച്ചിരുന്നു. ആരെ നിർത്തിയിരുന്നു? അപ്പം നബിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, തൻ്റെ ഹിജറ യാത്രയിൽ തടയാൻ ആദ്യം വരുന്ന ഒരാൾ ഉമറായിരിക്കുമെന്ന് നബിക്ക് അറിയാമായിരുന്നു. അപ്പം അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവേ ഈ രണ്ടുപേരിൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ നബിയുടെ വശത്താക്കി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് നബി ചെയ്തത് എന്താണ്? പോകാൻ ഒരു സഹയാത്രികൻ ആവശ്യമാണ്. ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഘടകം ഒരു നല്ല വിശ്വസ്തനായ സഹയാത്രികനെ കിട്ടണം. അപ്പം നബിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. തനിക്ക് പറ്റിയ ഏറ്റവും നല്ല സഹയാത്രികൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കി നബി കൂടി ആലോചിക്കുകയാണ്. നബിക്ക് താൻ നബിയാണ്, വഹി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെയാണ് പോയാൽ മതി എന്നല്ല. അബൂബക്കർ സിദ്ദീഖുമായി കൂടി ആലോചിച്ചു, നമ്മൾ എങ്ങനെ പോകണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണമൊക്കെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖുമായി കൂടി ആലോചിച്ച് പ്ലാൻ ചെയ്തു. അങ്ങനെ തീരുമാനമെടുത്തു, നമുക്ക് രാത്രി പോകാം എന്നാ. പകല് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി സുരക്ഷിതത്വം രാത്രിയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര രാത്രിയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നത്. തൻ്റെ വീടിന് മുമ്പിൽ ശത്രുക്കൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരിപ്പിൽ അലി ഇബ്നു അബി താലിബിനെ കിടത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, പുറത്തുനിന്ന് നോക്കുമ്പോൾ വിരിപ്പിൽ ഒരാളുള്ളിൽ കിടപ്പുണ്ട് എന്ന ധാരണ ഉണ്ടാകണം. അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വഴികാട്ടിയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ് എന്ന അമുസ്ലിമായ മനുഷ്യൻ, അയാൾക്കാണ് നല്ല ധാരണയുണ്ട് യസ്രിബിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പവഴി, ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ വഴിയെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു വഴികാട്ടിയായിട്ട് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ് എന്ന അമുസ്ലിമായ മനുഷ്യനെ തിരഞ്ഞെടുത്തു എന്നർത്ഥം. അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു അമുസ്ലിങ്ങളെ സേവനപ്പെടുത്തുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നതിൻ്റെ കൂടി അടയാളമാണ് അത്, നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ്, നമുക്കറിയാം, നമ്മൾ മക്കത്തു നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ നേരെയാണ് പോകുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർ ദിശയിലാണ് പോയത്. എന്ന് പറഞ്ഞാൽ സൗർ ഗുഹ നമ്മൾ കാണാൻ പോകുന്നത് എതിർ ദിശയിലാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ശത്രുക്കൾ വിചാരിക്കാത്ത രൂപത്തിൽ എതിർ ദിശയിലേക്ക് യാത്ര ചെയ്ത് ആ വഴിക്ക് അങ്ങനെ ഒരു ഗുഹയുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റൂട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നു. തൻ്റെ കാൽപ്പാടുകൾ മാച്ചു കളയാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ നിലക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ യാത്ര പോകുന്നത്.